ഇന്ന് 3rd ഡേ ആണ്. അപ്പം നമ്മൾ രാവിലെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ഡേയിൻ്റെ പ്ലാൻ അറിയത്തില്ല. വന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും എവിടെ പോകണം എന്താണെന്ന്. അമാൽഫിയും പൊസിത്താനവും പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുന്ന് ഒത്തിരി ദൂരെയാണ്. പിന്നെ നമുക്ക് ബോട്ട് എടുത്തിട്ട് കുറച്ച് സീ സിക്നെസ് വരുന്നുണ്ട്. ബസ്സിലാണെങ്കിലും ട്രാവൽ ചെയ്യാൻ കുറേ ടൈമാകും. നമുക്ക് ഡിസൈഡ് ചെയ്യണം എന്താണെന്ന്. അപ്പോൾ എന്നുമുള്ള മാൻഡറ്ററി ഷോട്ട് കണ്ടോളൂ. നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം, അത് കഴിഞ്ഞ് പ്ലാൻ ചെയ്യാം ഇന്ന് എവിടെയാണ് പോകേണ്ടതെന്ന്. എറിക്ക് റെഡി ആകുന്നുണ്ട്. എറിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു പൊളിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഐറ്റംസ് തന്നെയാണ് അവൻ എടുത്തേക്കുന്നത് മൊത്തം. നമ്മുടെ ഹോട്ടലിലുള്ള സ്വിമ്മിംഗ് പൂളാണിത്. എറിക്കിന് സ്വിമ്മിങ് ചെയ്യണമെന്ന് പറഞ്ഞ് 2 days ആയി. അതിൻ്റെ ടൈമിംഗ് ചെക്ക് ചെയ്യാൻ വന്നതാണ്. നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 1 മണിക്കൂറായിരുന്നു. ഈ റോഡാണ് ആക്ച്വലി നമ്മൾ കാപ്രി പോയപ്പം നടന്നു പോയ റോഡ്. അവിടേക്ക് ബസ് ഈസി ആയിട്ട് അവൈലബിൾ ആയിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് സൊറൻറ്റോ പോർട്ട് ഏരിയയിലാണ്. അവിടെ തന്നെ ഇഷ്ടംപോലെ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ പൊസിത്താനോയ്ക്കുള്ള ടിക്കറ്റ്സ് എടുത്തു. നമ്മുടെ ബോട്ട് വരാൻ ഇനിയും ടൈമുണ്ട്. അപ്പം ആ ടൈമിൽ നമ്മൾ ചുമ്മാ അവിടെയുള്ള കുറച്ച് കടകളിൽ കയറി ഇറങ്ങി. പിന്നെ നമ്മൾ ലഞ്ചും കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റ്സും പോർട്ട് ഏരിയൻ്റെ ചുറ്റുമാണ് ഉള്ളത്. അപ്പം നമുക്ക് ആ പോർട്ടിൻ്റെ ഒരു വ്യൂവും കിട്ടും. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. നമ്മൾ കഴിക്കാൻ ഓർഡർ ചെയ്തേക്കുന്നത് എറിക് ആസ് യൂഷ്വൽ അവൻ്റെ ഹോട്ട് ചോക്ലേറ്റ്, ഞാൻ ഓറഞ്ച് ജ്യൂസ്, പിന്നെ നമ്മൾ കഴിക്കാൻ മസിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. മസിൽസ് നമ്മൾ കുറേ ദിവസമായി തപ്പി നടക്കുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ അത് അവൈലബിൾ ആയിരുന്നു. നമ്മുടെ ബോട്ട് വരാൻ ടൈമായി. അപ്പം നമ്മളവിടെ ലൈനിൽ നിൽക്കുവാണ്. ലൈനിൽ നിന്നപ്പോഴാണ് കണ്ട് ഒരു ഒത്തിരി വയസ്സായ അപ്പാപ്പനും അമ്മച്ചിയും ഈ ബോട്ടിൽ കയറുന്നുണ്ട്. അവർ ഈ പ്രായത്തിലും എന്ത് എൻജോയ് ചെയ്താണ് എക്സൈറ്റഡ് ആയിട്ട് കയറി പോകുന്നുണ്ട്. ബോട്ടിൽ കയറിയപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം ബോട്ട് റൈഡ് എടുത്തപ്പം കാപ്രി പോകാൻ കുറച്ച് സീ സിക്നെസ് ആയി പോയായിരുന്നു നമ്മൾ 3 പേർക്കും. പക്ഷേ ഇപ്രാവശ്യം എറിക്കിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കും നെത്തനും ഓക്കെ ആയിരുന്നു. സീ സിക്നെസ് പേടിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ പൊസിത്താനോ അമാൽഫിയും കൂടെ പോകുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. എന്നാലും ഞാൻ ഓർത്തു ഇവിടം വരെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലങ്ങളും കണ്ടിട്ട് പോകാമെന്ന്. സോ ആ ഡിസിഷൻ കറക്റ്റായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോകുമ്പോൾ മാത്രം എറിക്ക് കുറച്ച് സീസിക്കായിരുന്നു, പക്ഷെ തിരിച്ച് വരുമ്പോൾ എറിക്കും ഓക്കെ ആയിരുന്നു. ചില ബോട്ടിൽ മേലെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, നമ്മൾ അവിടെ പോയിരിക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ ബോട്ടിൽ അങ്ങനത്തെ ഓപ്പൺ ഏരിയ ഇല്ലായിരുന്നു, ക്ലോസ്ഡ് തന്നെയായിരുന്നു. വിൻഡോ കുറച്ച് മേലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടേ ഉള്ളായിരുന്നു. ബോട്ടിൽ നിന്ന് കാണുന്ന കുറച്ച് വ്യൂസ് കണ്ട് നമുക്ക് ഇനി പോകാം. ഇതാണ് നമ്മുടെ പൊസിത്താനോ. നമ്മുടെ ബോട്ടിലിരുന്ന് കാണുന്ന വ്യൂ ആണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി. നമുക്ക് അതിൻ്റെ മുമ്പിലൊരു ബീച്ചും കാണാം. ഫൈനലി നമ്മൾ പൊസിത്താനോ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് ആ ബീച്ച് കാണാം. ഇവിടെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ലൈനായി നമുക്ക് കാണാം. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ നോക്കുമായിരുന്നു, മെനു ഒക്കെ ചെക്ക് ചെയ്ത്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബീച്ച് സൈഡ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ റെൻറ്റിന് ആ കസേരയൊക്കെ എടുത്ത് കൊണ്ടുപോയി റിലാക്സ് ചെയ്തിരിക്കാം ബീച്ച് ഏരിയയിൽ.
അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷേ അവിടെ ഒത്തിരി ബിസി ആയിരുന്നു. അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആരും വന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചു. നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഒരു കടയായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മേലേക്ക് കയറി. മേലെ തന്നെ നമുക്ക് ഒരു ചേർച്ച് കാണാം ഇവിടെ ആദ്യമേ. ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ ഗ്രിൽ ത്രൂ ഒരു വ്യൂ കിട്ടി അതിൻ്റെ. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഷോപ്സ് എല്ലാ വഴിയിലും കാണാം. കൂടുതലും സെറമിക് സ്റ്റോഴ്സും ക്ലോത്തിങ്ങിൻ്റെ സ്റ്റോഴ്സും റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ ഐസ്ക്രീം പാർലേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും മേലെ മേലെ കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് കയറുമ്പോഴും ഒരു ഡിഫറെൻറ്റ് വ്യൂവിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ചേർച്ചാണത്. പോസിറ്റാനോൻ്റെ ഇടവഴിയിൽ കൂടെ നമ്മൾ പോകുന്നതാണ്. ഇങ്ങനെ ആക്ച്വലി കുറേ സ്റ്റെപ്സ് കയറിയാണ് നമ്മൾ മേലേക്ക് പോകുന്നത്. പക്ഷെ കയറി കഴിഞ്ഞ് കിട്ടുന്ന വ്യൂ അടിപൊളിയാണ്. ഇവിടെ നമുക്ക് സൈഡിൽ കുറേ സുവനിയർ ഷോപ്സൊക്കെ കാണാം. അപ്പം എവിടെ പോയാലും നമ്മൾ മേടിക്കുന്ന ഒരു കാര്യമാണ് ഒരു സുവനിയർ. സോ അത് ചെക്ക് ഔട്ട് ചെയ്യാൻ കയറി. നമ്മൾ എറിക്ക് ഒരു ക്യാപ്പും മേടിച്ചിട്ടുണ്ട് പോസിത്താനോൻ്റെ ഇവിടെ നിന്ന്. ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പിൽ നമ്മൾ കയറി. ഇവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഐസ്ക്രീമാണ് ലെമണിൽ വെച്ച് ലെമൺ സോർബേ എന്ന് പറയുന്നത്. അപ്പം അതൊരെണ്ണം ഇവിടുന്ന് ട്രൈ ചെയ്തു. എറിക്കും ഏതാണ്ട് ചോക്ലേറ്റിൻ്റെ ഒക്കെ എടുത്തു. ഇതാണ് നമുക്കിങ്ങനെ ലെമണിൻ്റെ അകത്ത് വെച്ച് കിട്ടുന്ന ഐസ്ക്രീം. കാണാനൊക്കെ നല്ല രസമുണ്ട്, ടേസ്റ്റും ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ പോസിറ്റാനോൻ്റെ ജേർണി കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോകാൻ ബോട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4:30 ബോട്ട് വരും. പിന്നെ തിരിച്ച് നമ്മൾ സൊറൻറ്റോയിലേക്ക്. തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഡിന്നറിന് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് നടന്നു പോയാൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ പോയി ഡിന്നർ കഴിക്കുന്നത്. അവിടെ ഫുട്ബോളിൻ്റെ ലൈവ് മാച്ച് ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതും കണ്ട് നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കുവാണ്.
നമ്മുടെ ഓർഡർ എത്തിക്കഴിഞ്ഞു. ബീഫ് സ്റ്റേക്ക് പ്ലസ് ചിപ്സ്. എറിക് ഓർഡർ ചെയ്തത് ബർഗർ ആൻഡ് ചിപ്സ്, ഞാനൊരു പിസ്സ. നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു ഇവിടെ നമുക്ക് ഫുഡ് കിട്ടിയത്. പ്രൈസും റീസണബിൾ ആയിരുന്നു. ഇതാണ് നമ്മുടെ സൊറൻറ്റോൻ്റെ സെൻറ്റർ. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ചുമ്മാ ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെയും ഇഷ്ടംപോലെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. സൊറൻറ്റോയുടെ ഒരു നൈറ്റ് വ്യൂവും നമുക്ക് കാണാം. സൊറൻറ്റോൻ്റെ സിറ്റി സെൻറ്റർ. ഇവിടെ ഇങ്ങനത്തെ കുറേ ഇടവഴികളും ഉണ്ട്. അതിൻ്റെ ഉള്ളിലും നിറച്ച് ഷോപ്സാണ്. അപ്പോൾ അങ്ങനെ സൊറൻറ്റോൻ്റെ നൈറ്റ് വ്യൂവും കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഇവിടെ. നാളെ നമ്മൾ ഇവിടുന്ന് നേപ്പിൾസിലേക്ക് പോയി അവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റാണ്. താഴെ കാണുന്ന റോഡിൽ കൂടെയാണ് നമ്മൾ ക്യാപ്രിയും പൊസിത്താനോയിലേക്കും പോയത്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഡേ ടൈമിൽ ഇതിനേക്കാളും രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ലാസ്റ്റ് ഡേ വ്ളോഗ് ഇനിയും ബാക്കിയാണ്. സോ സീ യു അഗൈൻ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്.